കഞ്ചിക്കോട് IIT-യിലെ വിദ്യാർത്ഥിനി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ക്യാമ്പസ് സുരക്ഷ ശക്തമാക്കുന്നതിനുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉന്നതതല അവലോകന യോഗം ചേർന്നു. വിദ്യാർത്ഥിനിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. കൂടുതൽ CCTV ക്യാമറകൾ സ്ഥാപിക്കുന്നതും സെക്യൂരിറ്റി പെട്രോളിംഗ് ശക്തമാക്കുന്നതും ഇതിൽ ഉൾപ്പെടുന്നു. സുരക്ഷ കണക്കിലെടുത്ത് ക്യാമ്പസിനുള്ളിലെ യാത്രകൾക്കായി വിദ്യാർത്ഥികൾ ബസ്, ബഗ്ഗി സേവനങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്ന് നിർദ്ദേശിക്കുന്നു. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ആവശ്യമായ എല്ലാ സുരക്ഷാ നടപടികളും സ്വീകരിക്കുമെന്ന് ഡയറക്ടർ വിദ്യാർത്ഥികൾക്ക് ഉറപ്പു നൽകിയതായി IIT അഡ്വൈസർ KM ഉണ്ണി അറിയിച്ചു. ഫെബ്രുവരി 23 വൈകുന്നേരം 7 മണിയോടെ IIT പാലക്കാട് ക്യാമ്പസിനുള്ളിലെ ഡോക്ടർ APJ അബ്ദുൽ കലാം ബ്ലോക്കിൽ നിന്ന് കേദാരം മെസ് ബ്ലോക്കിലേക്ക് നടന്നുപോകുകയായിരുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികളിൽ അല്പം പിന്നിലായി നടന്നിരുന്ന അവസാന വർഷ BTech വിദ്യാർത്ഥിനിയെയാണ് തിരിച്ചറിയാൻ കഴിയാത്ത ഒരാൾ ആക്രമിച്ചതെന്ന് പത്രക്കുറിപ്പിൽ വിശദീകരിച്ചു. ആക്രമിച്ചയാളെ തിരിച്ചറിയാൻ വിദ്യാർത്ഥിനിക്ക് സാധിച്ചിട്ടില്ല. ഇൻസ്റ്റിറ്റ്യൂട്ട് മെഡിക്കൽ ഓഫീസർ ഉടൻ തന്നെ സ്ഥലത്തെത്തി പ്രഥമ ശുശ്രൂഷ നൽകി. ആരോഗ്യനില കണക്കിലെടുത്ത് വിദഗ്ധ പരിശോധനകൾക്കായി വിദ്യാർത്ഥിനിയെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. CT സ്കാനിങ്ങിൽ തലയ്ക്കു പരിക്കേറ്റതായി കണ്ടെത്തിയതിനെ തുടർന്ന് ഉടനടി കോയമ്പത്തൂരിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. സംഭവത്തെക്കുറിച്ച് ഉടൻ തന്നെ കസബ പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിക്കുകയും ഒരു വനിതാ സിവിൽ പോലീസ് ഓഫീസർ ഇരയുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു. കസബ പോലീസ് സ്റ്റേഷൻ SHOയും സംഘവും ക്യാമ്പസ് സന്ദർശിച്ച് കുറ്റകൃത്യം നടന്ന സ്ഥലം പരിശോധിക്കുകയും വിദ്യാർത്ഥികളുമായി സംസാരിക്കുകയും ചെയ്തതിനെ തുടർന്ന് FIR രജിസ്റ്റർ ചെയ്തു. പാലക്കാട് ജില്ലാ പോലീസ് മേധാവിയും സംഭവസ്ഥലം സന്ദർശിക്കുകയും ഇൻസ്റ്റിറ്റ്യൂട്ട് അധികൃതരുമായി സാഹചര്യം വിലയിരുത്തുകയും ചെയ്തു. കേസ് അന്വേഷണത്തിന് ഒരു പ്രത്യേക സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. UTV ന്യൂസ്, പാലക്കാട്.